ഇനി അടുത്തൊരു പ്രോബ്ലം ഇൻ്റഗ്രേറ്റ് ടാൻ സെറ്റ് ബൈ സെറ്റ് സ്ക്വയർ മൈനസ് 1 കൗണ്ടർ ക്ലോക്ക് വൈസ് എറൗണ്ട് ദ സർക്കിൾ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഇതും റെസിഡ്യൂ തിയറം വെച്ച് ചെയ്യേണ്ട സെയിം പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇതാണ് നമുക്ക് തന്ന എഫ് ഓഫ് സെറ്റ്. ഇൻ്റഗ്രേറ്റ് ടാൻ സെറ്റ് ഡിവൈഡഡ് ബൈ സെറ്റ് സ്ക്വയർ മൈനസ് 1. ഇതാണ് നമുക്ക് തന്ന എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സി എന്ന് പറയുന്നത് മോഡ് സെറ്റ് ഈക്വൽ ടു 3/2 ആണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് സിംഗുലർ പോയിൻറ്റ്സ് അല്ലെ പോള് കണ്ടുപിടിക്കണം. ആ പോള് ഈ സർക്കിളിൻ്റെ ഉള്ളിലാണോ പുറത്താണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷമാണ് റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യുന്നത്. ആദ്യം പോള് കണ്ടുപിടിക്കാൻ എന്താ വേണ്ടത്? ഇതിപ്പോൾ ഒരു A/B ഫോം, ഒരു ഫ്രാക്ഷണൽ ഫോം ആണെങ്കിൽ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ചെയ്യാം. സെറ്റ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവിടെ നിന്ന് സെറ്റ് സ്ക്വയർ ഈക്വൽ ടു 1 എഴുതാം. സെറ്റ് സ്ക്വയർ 1 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സെറ്റ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കും. എന്ന് വെച്ചാൽ രണ്ട് വാല്യൂവും ഒരു തവണ മാത്രമേ വന്നിട്ടുള്ളൂ. +1 -1. അപ്പോൾ ഓരോ തവണ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? സിമ്പിൾ പോൾസ് ആണെന്നാണ് പറയാം. പോള് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റീജിയൻ. ഈ റീജിയൻ്റെ ഉള്ളിലാണോ പുറത്താണോ ഈ പോളിന് കൺസിഡർ ചെയ്യണം. വി ഹാവ് സി ഈക്വൽ ടു മോഡ് സെറ്റ് ഈക്വൽ ടു 3/2 എന്നുള്ളതാണ് റീജിയൻ. അറ്റ് സെറ്റ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യാം. അപ്പം മോഡ് സെറ്റ് എന്താ വരിക? മോഡ് 1. മോഡ് 1ൻ്റെ വാല്യൂ എന്താ? 1. 3/2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? 1.5. അപ്പം എന്താ? 1 ലെസ് ദാൻ 3/2 ആണെന്ന് മനസ്സിലാവും. 1 ലെസ് ദാൻ 3/2 ആണ്. ലെസ് ദാൻ ആണ് വന്നതെങ്കിൽ എന്നാ സെറ്റ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ലൈസ് ഇൻസൈഡ് സി ആയിരിക്കും. ഇനി അടുത്ത പോയിന്റ് അറ്റ് സെറ്റ് ഈക്വൽ ടു -1. -1 ആണെങ്കിൽ മോഡ് സെറ്റ് എന്താ വരിക? മോഡ് -1. മോഡ് -1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1. 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3/2നേക്കാളും കുറവാണ്. അപ്പോൾ സെറ്റ് ഈക്വൽ ടു -1 എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? ലൈസ് ഇൻസൈഡ് സി. രണ്ട് പോയിന്റും ലൈസ് ഇൻസൈഡ് ആയതുകൊണ്ട് ഈ ഓരോ പോയിന്റിലും ഉള്ള സെപ്പറേറ്റ് റെസിഡ്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആദ്യം ദെർഫോർ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെറ്റ് അറ്റ് സെറ്റ് ഈക്വൽ ടു 1. സെറ്റ് ഈക്വൽ ടു 1ലുള്ള റെസിഡ്യൂ കാണണം. ഇത് രണ്ടും സിമ്പിൾ പോളാണെന്ന് പറഞ്ഞു. സിമ്പിൾ പോളാണെങ്കിൽ റെസിഡ്യൂവിൻ്റെ ഫോർമുല റെസിഡ്യൂ ഓഫ് സെറ്റ് ഈക്വൽ ടു സെറ്റ് നോട്ട് എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു ലിമിറ്റ് സെറ്റ് ടെൻസ് ടു സെറ്റ് നോട്ട് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഇൻറ്റു എഫ് ഓഫ് സെറ്റ് എന്നുള്ളതാണ്. സെറ്റ് നോട്ടിന് പകരം എന്ത് വാല്യൂ കൊടുക്കുക? 1 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ റെസിഡ്യൂ ഓഫ് സെറ്റ് ഈക്വൽ ടു 1 എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ടാൻ സെറ്റ് ഡിവൈഡഡ് ബൈ സെറ്റ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു ലിമിറ്റ് സെറ്റ് ടെൻസ് ടു 1 സെറ്റ് മൈനസ് 1 ഇൻറ്റു ടാൻ സെറ്റ് ഡിവൈഡഡ് ബൈ സെറ്റ് സ്ക്വയർ മൈനസ് 1. സെറ്റ് സ്ക്വയർ മൈനസ് 1നെ ഫാക്ടറൈസ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ 1 +1ഉം -1ഉം. അപ്പോൾ നമുക്ക് സെറ്റ് സ്ക്വയർ -1നെ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് +1 ഇൻറ്റു സെറ്റ് -1 ഫോമിൽ എഴുതാം. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ആളെ കിട്ടും. നമുക്ക് ഒരാളെ വെട്ടിക്കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സെറ്റ് +1 ഇൻറ്റു സെറ്റ് -1 എഴുതി. മേലെയും താഴെയും സെറ്റ് -1 ഉള്ളത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. ഇനി എന്ത് ചെയ്യുക? സെറ്റ് ഉള്ളിടത്ത് 1 ഉള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടി? ടാൻ 1/1 + 1 എന്ന് പറയുമ്പം 2. ഇതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച റെസിഡ്യൂ, ടാൻ 1/2 എന്നുള്ളത്. ഇനി എന്ത് ചെയ്യണം? രണ്ടാമത്തെ പോയിന്റും ലൈസ് ഇൻസൈഡ് ആയതുകൊണ്ട് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെറ്റ് അറ്റ് സെറ്റ് ഈക്വൽ ടു -1ഉം കണ്ടുപിടിക്കണം. അപ്പോൾ സെയിം ഫോർമുല, ഇതും സിമ്പിൾ പോളാണ്. -1 എന്ന് പറയുന്നതും സിമ്പിൾ പോളാണ്. സെയിം ഫോർമുലയിൽ എന്ത് ചെയ്യും? സെറ്റ് ഈക്വൽ ടു -1 എന്നുള്ള വാല്യൂ കൊടുക്കും. ഈ സെയിം ഫോർമുല എന്താണോ അത് എഴുതുക. അതിന് ശേഷം റെസിഡ്യൂ ഓഫ് സെറ്റ് ഈക്വൽ ടു -1 എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു ലിമിറ്റ് സെറ്റ് ടെൻസ് ടു -1 സെറ്റ് -1 എന്ന് പറയുമ്പോൾ സെറ്റ് +1 വരും. എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു?
ടാൻ സെറ്റ് ഡിവൈഡഡ് ബൈ ഈ ഫാക്ടറൈസ് ചെയ്തിട്ടുള്ള ഫോം എഴുതാം. അപ്പോൾ എന്ത് വരും? Z+1 ഇൻറ്റു Z-1 വരും. മേലെയും താഴെയും Z+1 ക്യാൻസൽ ചെയ്തു. ഇനി എന്ത് ചെയ്യുക? Z ഉള്ളിടത്ത് പകരം -1 കൊടുക്കുക. ടാൻ -1 ഡിവൈഡഡ് ബൈ -1 വരും. അപ്പം എന്ത് വരും? -2 എന്ന് വരും. ഇനി ടാൻ ഓഫ് -x എന്ന് വെച്ചാൽ ടാൻ എക്സ് തന്നെയാണ്. അപ്പോൾ എന്ത് വരും? ടാൻ 1 ഡിവൈഡഡ് ബൈ -2 എന്ന് വരും. ആ മൈനസിന് ഞാൻ മേലെ കൊടുത്തു. ടാൻ -xൻ്റെ വാല്യൂ -tan x ആണ്. അപ്പം ഇവിടെ ടാൻ -1ൻ്റെ എന്ത് വരും? -tan 1 ഡിവൈഡഡ് ബൈ -2 എന്ന് വരും. മേലെയും താഴെയും മൈനസ് ഉള്ളത് കൊണ്ട് അത് ക്യാൻസലായി tan 1/2 എന്ന് കിട്ടി. അതായത് ഫസ്റ്റത്തേൻ്റെ റെസിഡ്യൂ tan 1/2 കിട്ടി, രണ്ടാമത്തേൻ്റെ റെസിഡ്യൂവും tan 1/2 കിട്ടി. ഇനി രണ്ട് റെസിഡ്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ബൈ റെസിഡ്യൂ തിയറം ഇൻ്റഗ്രൽ ഓവർ C tan z ബൈ z² - 1 dz ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂ. രണ്ട് പോളിലാണുള്ളത്, രണ്ട് പോളിൻ്റെ റെസിഡ്യൂ കണ്ടുപിടിച്ചു. tan 1/2 പ്ലസ് രണ്ടാമത്തതും tan 1/2 ആയതുകൊണ്ട് tan 1/2 എന്ന് എഴുതി. എന്ന് വെച്ചാൽ എന്നാ, ഇപ്പോൾ 1/2 പ്ലസ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 അല്ലേ? അതേപോലെ tan 1/2 പ്ലസ് tan 1/2ൻ്റെ വാല്യൂ എന്താ? 2πi ഇൻറ്റു tan 1. അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് ഗുണിച്ചിട്ട് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. അപ്പോൾ tan 1 പ്ലസ് tan 1 എന്ന് പറയുമ്പം 2 tan 1 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 2ഉം 2ഉം ക്യാൻസൽ ആയാൽ പിന്നെ tan 1 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? 2πi ഇൻറ്റു tan 1 എന്നുള്ളതായിരിക്കും. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ Z² - 1 സീറോനോട് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ രണ്ട് വാല്യൂ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ടും ഓരോ തവണയേ വരുന്നുള്ളൂ എങ്കിൽ അത് സിമ്പിൾ പോൾ ആയിരിക്കും. അപ്പോൾ തന്നെ എന്ത് ചെയ്യുക? അതിൻ്റെ ഫാക്ടറൈസ്ഡ് രൂപയുടെ എഴുതി വെക്കുക. Z² - 1ന് Z+1ഉം Z-1ൻ്റെയും പ്രൊഡക്റ്റായിട്ട് എഴുതി. ഇനി തന്നിട്ടുള്ള റീജിയൻ കൺസിഡർ ചെയ്യുക. ഈ ഓരോ പോളും അതിൻ്റെ ഉള്ളിലാണോ പുറത്താണോ എന്ന് നോക്കുക. Z = 1 എടുത്തു. മോഡ് Z എന്ന് പറയുന്നത് മോഡ് 1 ആയിരിക്കും. അതിൻ്റെ വാല്യൂ 1 ആണ്. 1 എന്ന് പറയുന്നത് 3/2ൻ്റെ വാല്യൂ 1.5 ആണ്. അപ്പോൾ അതിനേക്കാളും ചെറുതാണ് 1. അപ്പോൾ Z = 1 എന്ന് പറയുന്നത് ഇൻസൈഡ് ആണെന്ന് കിട്ടി. അതേപോലെ -1ൻ്റെ വാല്യൂ ചെയ്താലും 1 വരും, അതും ഇൻസൈഡ് ആണെന്ന് കിട്ടി. രണ്ടും ഇൻസൈഡ് ആണെങ്കിൽ ആ രണ്ട് പോയിന്റിലുള്ള റെസിഡ്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ റെസിഡ്യൂ ഓഫ് f(z) at z = 1 സിമ്പിൾ പോൾ ആയതുകൊണ്ട് അതിൻ്റെ ഫോർമുല യൂസ് ചെയ്തു. Z0 ഉള്ളിടത്തൊക്കെ എന്ത് കൊടുത്തു? 1 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. അപ്പോൾ ഒരു Z-1 ക്യാൻസൽ ആയിപ്പോയി. പിന്നെ എന്ത് ചെയ്യുക? Z ഉള്ളിടത്ത് 1 ഉള്ള വാല്യൂ കൊടുത്ത് എഴുതി. ഇനി രണ്ടാമത്തെ പോൾ എന്ന് പറയുന്നത് -1 ആണ്. -1 എന്ന് പറയുന്നതും ഇൻസൈഡ് ആണെന്ന് ആദ്യമേ കണ്ടുവച്ചു. അതും സിമ്പിൾ പോൾ ആയതുകൊണ്ട് സിമ്പിൾ പോളിൻ്റെ ഫോർമുല കൊടുത്തു. Z0 ഉള്ളിടത്ത് -1 കൊടുത്തു. -1 വരുമ്പം ഒരു Z+1 ക്യാൻസൽ ആയിപ്പോയി. പിന്നെ tan -1/-2 എന്ന് വരും. ഇനി tan -x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -tan x ആണ്. അത് പ്രകാരം tan -1നെ നമുക്ക് -tan 1 എഴുതാം. ഡിവൈഡഡ് ബൈ -2 വരും. മൈനസും മൈനസും ക്യാൻസൽ ചെയ്തു. tan 1/2 എന്ന് വന്നു. രണ്ട് പോയിന്റിലുള്ള റെസിഡ്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തു വെച്ചു. ഇനി റെസിഡ്യൂ തിയറം പ്രകാരം ആ ഒരു ഇൻ്റഗ്രൽ വാല്യൂ 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂവിനോട് ഈക്വൽ ആയിരിക്കും. സം ഓഫ് റെസിഡ്യൂ എന്ന് വെച്ചാൽ ഈ രണ്ട് കണ്ടുവെച്ച രണ്ട് റെസിഡ്യൂ തമ്മിൽ ആഡ് ചെയ്യുക. ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. tan 1 പ്ലസ് tan 1 എന്ന് പറയുമ്പം 2 ടൈംസ് tan 1 വരും. 2ഉം 2ഉം ക്യാൻസൽ ആയാൽ tan 1 2πi ഇൻറ്റു tan 1 എഴുതി വെച്ചാൽ ആൻസറായി.